അപ്പോൾ ഒടുക്കത്തെ എരിവെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവാണ്. ഞാൻ കുറേ വെള്ളം ജാം ഒക്കെ കുടിച്ചത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് മുളക് പൊടിച്ച് മുളക് പൊടി അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാണ് അയ്യോ നമ്മുടെ ഇടപാട് തീരും. ഹായ് ഹലോ, ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എരിവുള്ള നൂഡിൽസ് കഴിക്കണം. അപ്പൂസാണെങ്കിൽ കുറേ ആയിട്ട് പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ഇന്ന് മാഗിയുടെ കണ്ടപ്പോൾ അതൊന്ന് മേടിക്കാമെന്ന് വെച്ചു. അങ്ങനെ മാഗിയുടെ സ്പൈസി നൂഡിൽസ് വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ഐറ്റം. നമ്മുടെ ശരിക്കുള്ള എരിവിൻ്റെ സ്പൈസി ആയിട്ടുള്ളൊരു സംഭവം പൗഡറാണ് അതിൻ്റെ. അപ്പോൾ ഞാൻ നേരെ രണ്ടായിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തത്. കാരണം എനിക്ക് ഫുൾ പാക്കറ്റ് പൊടി ഇട്ടു. അപ്പൂസിനാണെന്നുണ്ടെങ്കിൽ ഒരു 4/1 ഭാഗമാണ് കേട്ടോ. ഒരു ശക്കലം പൊടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ അവന് കുറച്ചേറെ വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഓടിച്ചത്. എരിവ് ഒത്തിരി ആകണ്ടല്ലോ, കുട്ടിയല്ലേ എന്ന് ഓർത്തിട്ട്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ ഒത്തിരി എരിവ് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ കണ്ടില്ലേ, രണ്ടും തമ്മിലുള്ള ആ ഒരു കളർ ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പം ഞാനൊന്ന് കഴിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എരിവെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവാണ് കേട്ടോ. എനിക്കൊക്കെ സഹിക്കാൻ പറ്റില്ല. ഞാൻ അത്യാവശ്യം ഇറച്ചിയൊക്കെ നല്ല എരിവിൽ കഴിക്കുന്നതാണ്. പക്ഷേ എന്താ കാന്താരി മുളകൊക്കെ അരച്ചതൊക്കെ കഴിക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അറിയില്ല, ഇതിലെന്തോ ഭയങ്കരമായിട്ട് മുളക് പൊടിയോ മറ്റോ ഇട്ട പോലൊരു, പക്ഷെ നല്ല രുചിയുണ്ടോ, ഭയങ്കര രുചി, അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ആ എരിവ് കാരണം നമുക്കതിൻ്റെ രുചി അറിയാനും പറ്റില്ല, കഴിക്കാനും പറ്റത്തില്ല. ഞാൻ ആകെപ്പാടെ വിരളി പിടിച്ച പോലെ ആയിപ്പോയി. കാരണം എനിക്കത് ഫുള്ളായിട്ട് കഴിച്ച് തീർക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷേ ഒട്ടും എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായില്ല. അവന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഫുള്ള് കഴിക്കുന്നതൊക്കെ. പക്ഷേ കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും നാക്ക് പൊള്ളുന്ന ഒരവസ്ഥ വന്നപ്പോഴത്തേക്ക് പിന്നെ എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു മധുരം കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ നേരെ ജാം എടുത്ത് കഴിച്ചു കേട്ടോ. നമുക്ക് അവനോട് ചോദിക്കാവേ, എങ്ങനെയുണ്ട്? ഒടുക്കത്തരുവാണോ? നോക്കേ അവൻ്റെ നൂഡിൽസിനകത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഞാൻ ആകെ 4 പൊടിയാണ് കേട്ടോ ഇട്ടത്. എന്നിട്ടും പുള്ളിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല, കഴിക്കാൻ തീരെ. എന്നിട്ട് ഫുള്ള് കഴിച്ചു കേട്ടോ. കാരണം ഒത്തിരി എരിവൊന്നുമില്ല. എന്നിട്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കുഞ്ഞല്ലേ, അപ്പോൾ അവൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇത് മേടിച്ചത്. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് കുറച്ച് പൊടി മതി, നീ പക്ഷേ ഫുള്ളായിട്ട് കഴിക്കണം. പുള്ളിക്ക് ആദ്യം കുറേ വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചേ എടുത്തു. പിന്നെ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട്, കാരണം എൻ്റെ 2 കണ്ണും ഒക്കെ നിറഞ്ഞ് വെള്ളം വരുന്നു. അതുപോലെ തന്നെ മൂക്കും ചുണ്ടും എനിക്കറിയില്ല, ഭയങ്കരമായിട്ടങ്ങ് പുകഞ്ഞ്. അയ്യോ, ഞാൻ കുറേ ജാമാണ് കേട്ടോ ഞാൻ കഴിച്ചത്. നമ്മൾ വേറെ ഒന്നും മുൻകൂട്ടി കരുതിയൊന്നും സെറ്റാക്കിയില്ല. അതുകൊണ്ട് ഐസ്ക്രീമൊന്നും സെറ്റില്ലായിരുന്നു. അപ്പോൾ ജാമാണ് കുറേ കഴിച്ചത്. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു. നമുക്കത് പറയാതിരിക്കാൻ മേല. പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ മേടിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.